റിലീസിലും ഹിറ്റ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കുന്ന കാര്യം പരിഗണിക്കണേ. റിലീസിലും ഹിറ്റ്. അതെ, ചോട്ടാ മുംബൈ എന്ന സിനിമയെ കുറിച്ചാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. ചോട്ടാ മുംബൈ അക്ഷരാർത്ഥത്തിൽ യുവാക്കൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഈ കാലഘട്ടത്തിലും കാണുന്നത്. അന്നും യുവാക്കൾ ഏറ്റെടുത്ത് കുടുംബങ്ങൾ സ്വന്തമാക്കിയ ഒരു സിനിമയാണ്. അക്കാലത്ത് വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു ചോട്ടാ മുംബൈ ഉണ്ടാക്കിയെടുത്തത്. മോഹൻലാൽ, അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈ പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ റിലീസ് ചെയ്തപ്പോൾ അത് ആരാധകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ സിനിമയുടെ ആദ്യദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞത് നമ്മളെല്ലാം കേട്ടുകഴിഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നുവെന്ന് മാത്രം. ലിമിറ്റഡ് റിലീസായിട്ട് പോലും ചിത്രത്തിന് ഗംഭീര പ്രേക്ഷക പിന്തുണയാണ് ലഭ്യമായിരിക്കുന്നത്. പല സിനിമാ തിയേറ്ററുകളിലും ചിത്രത്തിന് 2-3 ഷോകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവിടെയും തിയേറ്ററിലെ ഷോസ് കൂടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. തിയേറ്റർ കൗണ്ട് കൂടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പോരാട്ടത്തിന് എതിരാളികളായി യാതൊരുവിധ നല്ല സിനിമകളും ഇല്ലാത്തത് ചിത്രത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ഒരു റിലീസ് ചെയ്ത ചിത്രം എന്നതിനേക്കാൾ ഉപരി ഒരു റിലീസ് ചിത്രം എന്ന ലെവലിലാണ് ആളുകൾ ഈ ചിത്രത്തെ കൊണ്ടാടുന്നത്. ചിത്രം ആദ്യ ദിനത്തിൽ മാത്രം 50 ലക്ഷത്തിനോടടുത്തുള്ള കളക്ഷൻ നേടിയെടുത്തായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം അതിനേക്കാൾ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെറും 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 1.95 1,95,00,000 രൂപ സ്വന്തമാക്കുന്ന സിനിമ, അഥവാ 2 കോടിക്കടുത്തുള്ള നേട്ടം സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കി എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം റിലീസ് ചിത്രമാണെന്ന് കൂടി ഓർക്കണം. ഇതോടെ മലയാളത്തിലെ റിലീസ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളുടെ സ്ഥാനത്ത് 3ാം സ്ഥാനത്തേക്ക് ഈ സിനിമ എത്തിയിരിക്കുകയാണ്. നേരത്തെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് 21-ന് സിനിമ റിലീസ് ചെയ്യാനുള്ള പദ്ധതി ഇട്ടിരുന്നു. എന്നാൽ തുടരുമെന്ന സിനിമ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിൽ ചോട്ടാ മുംബൈയുടെ റിലീസ് നീട്ടിവെക്കുകയാണ് ചെയ്തത്. എന്നാൽ റിലീസ് ഇത്രത്തോളം നീട്ടിവെച്ചിട്ട് പോലും ആളുകൾ അത്രത്തോളം അതിനെ കാത്തിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ദേവദൂതൻ, വെള്ളിയാട്ടൻ എന്നീ സിനിമകളുടെ കളക്ഷൻ മറികടന്നാണ് ചോട്ടാ മുംബൈയുടെ ഈ നേട്ടമെന്നത് അത്ര വലിയൊരു കാര്യം തന്നെയാണ്. മോഹൻലാൽ നായകനായ സ്ഫടികമണി, ചിത്രതാഴെ എന്നീ സിനിമകളാണ് 1-2 സ്ഥാനങ്ങളിലുള്ളത്. തൊട്ടടുത്ത സ്ഥാനം ഇപ്പോൾ 3ാം സ്ഥാനത്ത് ചോട്ടാ മുംബൈയാണ്. ഒരു പക്ഷേ ചിത്രത്തിന്റെ ആഗോളതലത്തിലുള്ള ഒരു കളക്ഷൻ വരുമ്പോൾ ഇതെല്ലാം പിന്തള്ളി 1ാം സ്ഥാനത്ത് ചോട്ടാ മുംബൈ എത്തുന്ന കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ചോട്ടാ മുംബൈയുടെ റിലീസ് അങ്ങനെ ഗംഭീരമായിട്ട് യുവാക്കൾ വരെ, ഇക്കാലഘട്ടത്തിലെ യുവാക്കൾ വരെ അവർ തിയേറ്ററിലൊന്നും പോയി സിനിമ കാണാൻ സാധിക്കാത്തവരാണ്. ചെറുപ്പക്കാർ ഇപ്പോൾ 10-20 വയസ്സ് 25 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തിയേറ്ററിൽ പോയി കാണാത്ത സിനിമ അവർ ഇപ്പോൾ എൻജോയ് ചെയ്ത് അവർ ടീമായി പോയി ആഘോഷിക്കുന്ന കാഴ്ചയാണ് തിയേറ്ററുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സ്റ്റാറ്റസുകൾ സോഷ്യൽ മീഡിയകളിൽ ഭരിക്കുകയാണ്. അവരുടെ ആഘോഷമായി ചോട്ടാ മുംബൈ സിനിമ മാറുന്ന കാഴ്ച. ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും പാട്ടുകൾക്കും എല്ലാം ഇന്നും ആരാധകരേറെയാണുള്ളത്. കൊച്ചിക്കാരെയും പാപ്പാഞ്ചിയെയും ആഘോഷിക്കുന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെന്നി പി നായരമ്പലമായിരുന്നു. രാഹുൽ രാജിൻ്റെതായിരുന്നു സംഗീത സംവിധാനം. ഏതായാലും സിനിമ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. റിലീസിലും ഗംഭീര വിജയത്തിലേക്കാണ് ചിത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. നിങ്ങൾ ചിത്രം റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.